ബിഗ് ബോസ് മലയാള സീസൺ 7 ഇന്ന് അങ്ങനെ വീണ്ടും ബിഗ് ബോസ് വീട്ടിൽ ഒരു അടി കൂടെ പൊട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ നെവിനും നൂറയും ആദിലയും അനുമോളും ഒക്കെ കിച്ചൺ ടീമിലാണല്ലോ. അപ്പം നെവിൻ കിച്ചണിൽ വന്നിട്ട് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ആപ്പിളോ അങ്ങനെ എങ്ങാണ്ട് എടുക്കാനായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് എടുക്കാനല്ല ആളിങ്ങനെ എടുത്ത് നോക്കിയതേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ നൂറ പറഞ്ഞു ഒന്ന് എടുത്തുകൊണ്ട് പോകരുത് എന്ന് പറഞ്ഞു. നെവിൻ അതിൽ ട്രിഗറായി. അപ്പോൾ ഇത് നെവിൻ ഞാൻ കള്ളനല്ല, ഞാൻ കിച്ചൺ ടീമിൻ്റെ ഭാഗമാണ്. അത് ശരിയാണ്, നെവിനും കൂടെ ഉൾപ്പെടുന്നതാണ് കിച്ചൺ ടീം. അപ്പോൾ അതുകൊണ്ട് തന്നെ നെവിൻ അത് പറഞ്ഞതിൽ വിഷമം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നൂറയെ നമുക്ക് ഈ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഒരുപാട് നെവിൻ്റെ ഇമാതിരി കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചതാണ്, ഓരോന്ന് എടുത്തുകൊണ്ട് പോകുന്നതും മോഷ്ടിച്ച് കൊണ്ടുവച്ചിരുന്ന് കഴിക്കുന്നതുമൊക്കെ. അപ്പോൾ ഇത് സ്വാഭാവികമാണ്. ഇപ്പോൾ നെവിൻ ഇങ്ങനെ കുറേ തവണ ചെയ്തിട്ടുള്ളത് കൊണ്ട് നെവിൻ ഇത് വന്ന് നിന്ന് എടുക്കുമ്പോൾ സ്വാഭാവികമായി കിച്ചൺ ടീമിലുള്ള മറ്റുള്ളവർ പറയും. കാരണം ഇത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണല്ലോ, കിച്ചൺ ടീമിലുള്ള എല്ലാവരെയും ബാധിക്കും. കാരണം കിച്ചൺ ടീമിലുള്ള സാധനങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ ക്യാപ്റ്റൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, മറ്റുള്ളവരോടും ചോദ്യങ്ങൾ വരും. അപ്പോൾ അവരാ പഴയ രീതിയിൽ, അതായത് നെവിൻ ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു ഓർമ്മയുടെ പുറത്തായിരിക്കണം ഇത് പറഞ്ഞിട്ടുണ്ടാവുക. ബട്ട് അത് മനഃപൂർവ്വം നെവിനെ ഹേർട്ട് ചെയ്യാനാണെന്ന് തോന്നുന്നില്ല. പക്ഷെ നെവിൻ അത് ഒന്നുകിൽ മനഃപൂർവ്വം അതിനെ കണ്ടന്റ് ആക്കിയതാണ്, അല്ലെങ്കിൽ നെവിൻ അതൊരു വിഷമം തോന്നിക്കാണാം, തന്നെ എല്ലാവരും ആ ഒരു കണ്ണിലൂടെ കാണുന്നു എന്നുള്ളതുകൊണ്ട്. പക്ഷെ ആ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് നെവിൻ തന്നെയാണ്. ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഈ പേരും പറഞ്ഞ് നെവിൻ അവിടെ കിടന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് ലൈവിൽ. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.